ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. നമ്മുടെ നോ പ്രോബ്ലം സീരീസിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ തമ്പനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സർക്യൂട്ട് വരഞ്ഞ് പഠിക്കാം. ശരിയല്ലേ? സർക്യൂട്ട് വരയ്ക്കാൻ നമ്മുടെ എക്സാമിന് ഒരുപാട് ടൈപ്പ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇന്ന് ഒരു ടൈപ്പ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടൈപ്പ് കുറച്ച് ഈസി ടൈപ്പാണ്, പക്ഷേ ഇതും പല കുട്ടികൾക്കും ടഫാണ്. നമ്മൾ ഇന്ന് ഒന്നോ ചെയ്യുള്ളൂ, ശേഷം നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ 2 ടൈപ്പ് കൂടി പഠിക്കും. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടൈപ്പ് കുറച്ച് കട്ടിയാണ്. ഇത് പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോ, പ്രോബ്ലം 8 ohm, 12 ohm, 4 ohm റെസിസ്റ്റേഴ്സ് ആർ ഗിവൺ. ഇവ ഉപയോഗപ്പെടുത്തി 6 ohm പ്രതിരോധമുള്ള ഒരു സർക്യൂട്ട് വരയ്ക്കണം. മക്കളെ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമുക്ക് 2 ടൈപ്പ് സർക്യൂട്ടാണ് വരയ്ക്കാൻ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതേപോലെ 3 റെസിസ്റ്റേഴ്സ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് 4 രീതിയിൽ വരയ്ക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇങ്ങനെയാണ്, സീരീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. രണ്ടാമത്തത് നമുക്ക് പാരലൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, 2 ടൈപ്പായി. 3-ാം ടൈപ്പ് ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. കണ്ടോ, 2 ആൾക്കാരെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു. ഒരു മിനിറ്റ്, ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. എന്തിനിത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് സർക്യൂട്ടാക്കി മാറ്റുക. ക്ലിയർ ആണോ? ഇനി 4-ാമത്തെ ടൈപ്പ് എങ്ങനെയാണ്, ഒരാളെ പുറത്ത് നമ്മൾ ഇടുന്നു, മറ്റ് 2 പേരെ എവിടെ ചെയ്യും, ഉള്ളിൽ പരസ്പരം ഇങ്ങനെ ഘടിപ്പിക്കും. ഇങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടുമായിരിക്കില്ല. കാരണം ഈ സീരീസ് ആകുമ്പോഴും പാരലൽ ആകുമ്പോഴും എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒരിക്കലും 6ഉം ഒന്നും വരില്ല. നമുക്കിവിടെ ചെയ്തു നോക്കാം. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതൊരിക്കലും വരില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൺഫ്യൂഷൻ ഉണ്ടാവുക ഇതിൽ ഏത് സർക്യൂട്ട് എന്നുള്ളതാണ്. അതിനൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് ഇങ്ങനെയാണ്, ഞാനിത് എങ്ങനെ കാണിക്കാം. ഇവിടെ 8, 12, 4 ഇങ്ങനെ 3 റെസിസ്റ്റേഴ്സ് ഉള്ളത്. ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ട് എത്ര ഉണ്ടാക്കണം? 6 ohm ഉള്ള റെസിസ്റ്റൻസ് ഉള്ള ഒരു സർക്യൂട്ട് വരയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൂട്ടത്തിൽ വലിയ ആളെ ഒന്ന് ചൂസ് ചെയ്യണം. വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ? 12. എന്നിട്ട് ചെറിയ 2 പേരെയും തമ്മിൽ കൂട്ടി നോക്കുക. 8 + 4 ഈസ് ഈക്വൽ ടു ബിഗ്ഗസ്റ്റ് നമ്പർ ആണ് എങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഈ സർക്യൂട്ട് ആയിരിക്കും. മനസ്സിലായോ? പോണ്ട, നമുക്ക് 4 ടൈപ്പിൽ സർക്യൂട്ട് വരയ്ക്കാൻ പറ്റും. ഇതിൽ ചെറിയ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടി നോക്കുക. കൂട്ടിയപ്പോൾ വലിയ നമ്പർ കിട്ടിയെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഇതായിരിക്കും. ഇനി അതല്ല, നമുക്കിങ്ങനെയാണ് 8ഉം 4ഉം 10ഉം ചേരുക. അപ്പോൾ 8 + 4 ഷുഡ് ബി 12 ആണ്, 10 അല്ല കിട്ടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതായിരിക്കും സർക്യൂട്ട്. ഈ ടൈപ്പ് നമ്മൾ നാളെ പഠിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? ഇതാണ് 8ഉം 12ഉം 4ഉം ആണ്. നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. കാണിച്ചു തരാം. ഒരാളെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ രീതിയിൽ ക്ലിയർ ചെയ്യണം. എന്നിട്ടെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? കൂട്ടത്തിൽ വലിയ ആളെ എന്ത് ചെയ്യുക, ഇവിടെ ഒറ്റയ്ക്ക് ഇടുക. ചെറിയ 2 ആൾക്കാരെ എന്ത് ചെയ്യുക, ഇവിടെ ഒരുമിച്ച് ക്ലിയർ ചെയ്യുക. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ സർക്യൂട്ടിൽ മുകളിൽ 2ഉം താഴെ ഒരാളും ഉള്ളത്. ഇനി നിങ്ങൾ നോക്കണം, ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് ഒരുമിച്ച് വന്നാൽ അവരെങ്ങനെയാണ് കണക്റ്റ് ആയി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇവർ കണക്റ്റ് ആയി കിടക്കുന്നത് എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ്. ശരിയല്ലേ? ശ്രേണി രീതിയിലാണ്. അപ്പം ഇവരുടെ എഫക്റ്റീവ് എന്തായിരിക്കും? ഇത് 2 കൂടി കൂട്ടിയാൽ മതിയായിരിക്കുമല്ലോ. അപ്പോൾ 8 + 4 ഷുഡ് ബി എത്ര കിട്ടും? 12 ആണ് കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ ഇവർ 2 പേരും കൂടി മുകളിൽ ടോട്ടൽ 12 ഉണ്ടാക്കുന്നു, താഴെയും എത്ര തന്നെയാണ്? 12 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. മുകളിലും 12 ആണ്, താഴെയും എന്താണ്? 12 ആണ്. സോ നമുക്ക് ഇവിടെ എഫക്റ്റീവ് കാണാൻ പറ്റും. ഇത് തന്നെയാണിത്, മാറ്റി വരയ്ക്കൊന്നും വേണ്ട. നിങ്ങളുടെ എക്സാമിന് വരയ്ക്കേണ്ട സർക്യൂട്ട് ഇതാണ്. പക്ഷെ ഇതാണോ ആൻസർ നമ്മൾ നോക്കേണ്ടേ? സോ ഏതാന്ന് നമുക്ക് ചെയ്തു നോക്കാം. മുകളിലും 12, താഴെയും 12. ഇക്വേഷൻ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. R is equal to R1 R2 by R1 plus R2 ആണ്. ശരിയല്ലേ? സോ 12 × 12 divided by 12 + 12 കിട്ടും. ദാറ്റ് ഈസ് 144 by 24. ദാറ്റ് മസ്റ്റ് ബി 6. ഓക്കെ, അതായത് ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. കിട്ടിയോ?
ഇത്രയേ ഉള്ളൂ കാര്യം. സോ നിങ്ങളിത് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ വലിയ ആളെ ഒറ്റയ്ക്കും ചെറിയ രണ്ടുപേരെയും അല്ലേ ഒരുമിച്ചും വരച്ച് സർക്യൂട്ട് വരച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ എഫക്റ്റീവ് കാണാനൊന്നും നിങ്ങളോട് പറയാറില്ല. പക്ഷെ നിങ്ങൾ ഇതുകൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ ഫിഗർ മാത്രം വരയ്ക്കാനോ പറയാറുള്ളൂ. അപ്പോൾ ഇത് വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതൊരു ട്രിക്കാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഭവം അല്ലേ, ഇത് രണ്ടെണ്ണം കൂട്ടുമ്പോൾ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വരയ്ക്കേണ്ട സർക്യൂട്ട് ഇതാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എക്സസൈസിൽ ക്വസ്റ്റ്യനിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ്, അതായത് നാളത്തെ നോ പ്രോബ്ലം സീരീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അതിനുശേഷം മറ്റൊരു സർക്യൂട്ട് വരയ്ക്കാനുണ്ട്. ഇങ്ങനെ സർക്യൂട്ടുകളും പ്രോബ്ലംസും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഭംഗിയായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു സർക്യൂട്ട് യൂസ്ഫുൾ ആവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു. ഈ എപ്പിസോഡ് കണ്ട് ഇതിലും ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പുള്ള എപ്പിസോഡ്സ് മസ്റ്റായിട്ട് കാണാം, ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സീ ഇൻ എ സെഷൻ. ബൈ.